നമസ്കാരം. കാർ ഇൻഫോ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമുള്ള ഒരു വീഡിയോ ആണ്. അതിന് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു ആദ്യമേ തന്നെ. ഇന്നത്തെ വിഷയം മറ്റൊന്നുമല്ല. ഒരുപാട് സുഹൃത്തുക്കൾ പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണ്. 2 ദിവസം കഴിഞ്ഞൊരു ലോങ് ട്രിപ്പ് പോകാനുണ്ട്. കാറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇതിനെ മറ്റൊരു രീതിയിലും വ്യാഖ്യാനിക്കാം. കുറച്ച് ദിവസമായിട്ട് വണ്ടിയൊന്നും എടുത്തിട്ടില്ല. വണ്ടിയൊന്നും എടുക്കണം. ചെറിയൊരു ഓട്ടം ഉണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? ഇനി ഇതിൻ്റെയൊക്കെ അർത്ഥം മറ്റൊരു തരത്തിലും കൂടെ നമുക്ക് കൊണ്ടുവരാം. നിങ്ങളുടെ വാഹനത്തിൽ കൃത്യമായ ഇടവേളകളിൽ നിങ്ങൾ പരിശോധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പല ചോദ്യങ്ങൾ ഉത്തരം ഒന്നാണ്. മറ്റൊന്നല്ല, നിങ്ങൾ ഒരുപക്ഷെ കൃത്യമായ ഇടവേളകളിൽ നിങ്ങളുടെ വാഹനം കമ്പനിയിലോ അതായത് സർവീസ് സെൻ്ററിലോ പുറത്ത് സാധാരണ വർക്ക്ഷോപ്പിലോ കൊടുത്ത് സർവീസ് ചെയ്യുന്ന വ്യക്തി ആയിരിക്കാം. ഒരുപക്ഷെ വണ്ടി എടുത്തതിന് ശേഷം വർക്ക്ഷോപ്പിലേക്ക് സർവീസിനെ കൊണ്ടുപോകാത്ത വ്യക്തിയായിരിക്കാം. എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല. നമ്മളൊരു യാത്ര പുറപ്പെടുന്നതിന് മുന്നേ, ലോങ് ജേണി ആയിക്കോട്ടെ അല്ലെങ്കിൽ കുറച്ച് ദിവസത്തിന് ശേഷമുള്ളൊരു ഓട്ടം ആയിക്കോട്ടെ, നമ്മുടെ വാഹനത്തിൻ്റെ ബോണറ്റ് തുറക്കുക. പകൽ സമയത്ത് പരമാവധി ബോണറ്റ് തുറന്ന് മൊത്തത്തിലൊന്ന് പരിശോധിക്കുക. എന്തെങ്കിലുമൊക്കെ വയറുകൾ എലി കടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? മൊത്തത്തിലൊന്ന് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കണം എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ. ഇതിന് ഇടയ്ക്കിടയ്ക്ക് ഈ പരിശോധന നടത്തണം. ഇനി അടുത്തത്, ഒരു പച്ച കളർ വെള്ളം, ചിലതിൽ മഞ്ഞയായിരിക്കാം, ചെറിയ കളർ ചേഞ്ച് വരാൻ എന്തായാലും കളറുള്ളൊരു വെള്ളം, കൂളൻ്റ് എന്ന് പറയും. റേഡിയേറ്ററിന് അല്ലെങ്കിൽ എഞ്ചിനെ തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ദ്രാവകമാണ്. ഇതിൻ്റെ മിനിമം ലെവലും മാക്സിമം ലെവലൊക്കെ അവിടെ ക്യാനിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അത് മിനിമത്തിന് മുകളിലും മാക്സിമത്തിന് ലെവലിനൊപ്പം അല്ലെങ്കിൽ അതിന് താഴെയും അല്ലേ, കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. പക്ഷേ അവിടെ ഗ്യാപ്പ് ഉണ്ടാവണം, കുറച്ച് സ്പേസ് അതിലുണ്ടായിരിക്കണം റിസർവോയർ ടാങ്കിൽ. അത് ഉറപ്പുവരുത്തുക. മിനിമത്തിന് താഴെ അല്ല എന്നുള്ളത് നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തുക. അടുത്തത്, എൻജിൻ ഓയിലിൻ്റെ ഒരു ഡിപ്പ് സ്റ്റിക്ക് ഉണ്ട്. ആ സ്റ്റിക്ക് ഊരിയിട്ട് ഒന്ന് തുടച്ചതിന് ശേഷം വീണ്ടും അതിലേക്ക് ഇടുക. വീണ്ടും ഒന്ന് വലിച്ചൂരിയിട്ട് ആ സ്റ്റിക്കിൽ 2 മാർക്കിംഗ് ഉണ്ടായിരിക്കും. ആ മാർക്കിങ്ങിൻ്റെ ഇടയിലല്ലേ എൻജിൻ ഓയിലിൻ്റെ ലെവല്. അതേപോലെ ഓയിലിൻ്റെ കളർ ഒന്ന് നോക്ക്. കറുപ്പ് കളർ നല്ലോണം ആയിട്ടുണ്ടെങ്കിൽ ഓയിൽ മാറാറായി എന്ന് പൊതുവെ പറയാം. ഇതും പരിശോധിക്കുക. ഒരു സൈഡിലൊരു നോർമലി നീല അടപ്പുണ്ടാവും. നമ്മുടെ വാഹനത്തിൻ്റെ ഗ്ലാസ് വൃത്തിയാക്കാൻ വൈപ്പർ വാഷർ ഫ്ലൂയിഡ് തുറന്ന് നല്ല ശുദ്ധമായ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നിറയ്ക്കുക. വേണമെങ്കിൽ ഒരു പാക്കറ്റ് ഷാമ്പു അല്ലെങ്കിൽ ഇതിന് വേണ്ട വസ്തുക്കൾ കിട്ടും. അതിന് വേണ്ടി തന്നെ വരുന്ന വസ്തുക്കൾ കടകളിൽ ലഭ്യമാണ്. ഒന്നും പറ്റിയില്ലെങ്കിൽ 1 രൂപയുടെ ഷാമ്പു പാക്കറ്റ് പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മൊത്തത്തിലൊന്ന് പരിശോധിക്കുക എൻജിൻ റൂം. അതിനുശേഷം അടയ്ക്കുക. ഫ്രണ്ടിലെ ഗ്ലാസിൻ്റെ വിസിബിലിറ്റി, സൈഡിലെ ഗ്ലാസ്സുകൾ, മിററുകളെല്ലാം ക്ലീൻ അല്ലേ എന്നുള്ള ഉറപ്പ് വരുത്തുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അടുത്തത് പറയുന്നത്. നമ്മുടെ വാഹനത്തിൻ്റെ 5 ടയറിൻ്റെയും പ്രഷർ പരിശോധിക്കുക. 5 ടയറിൻ്റെയും. പൊതുവെ ഇതെടുത്ത് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, പൊതുവെ എല്ലാവരും ചെയ്യുന്നൊരു കാര്യം 4 ടയറിൻ്റെ പ്രഷർ പരിശോധിച്ച് ഉറപ്പ് വരുത്തും. ഡിക്കിയുടെ അകത്ത് വല്ലപ്പോഴും ആവശ്യം വരുന്ന ഒരാളുണ്ട്, സ്റ്റെപ്പിനി ടയർ എന്ന് പറയും. അതിലെ പ്രഷർ നോക്കില്ല. അതിലെപ്പോഴും ഒരു 4-5 പോയിന്റ് കൂടുതൽ അടിച്ചു വയ്ക്കുക. അതും പരിശോധിച്ച് ഉറപ്പ് വരുത്തണം. കാരണം ഇതുപോലുള്ള അവസരങ്ങളിൽ ടയർ, ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന 4 പേരിൽ ഒരാൾ പണി മുടക്കിയാൽ നമ്മളെ സഹായിക്കാൻ വേണ്ടിയാണ് നിർമ്മാതാക്കൾ അങ്ങനെ ഒരു ടയർ വെച്ച് തന്നിട്ടുള്ളത്. ഡിക്കിയുടെ ഉള്ളിലാണ് സാധാരണഗതിയിൽ അതിൻ്റെ സ്ഥാനം. പലരും അത് തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല. വാങ്ങിച്ച പോലെ തന്നെ പുത്തൻ ടയർ അവിടെ ഇരിപ്പുണ്ടാവും ചിലപ്പോൾ. അതിൻ്റെ പ്രഷറും ചെക്ക് ചെയ്യുക. ഇനി അടുത്തത്, വളരെ രസകരമായി തോന്നുന്ന 1-2 കാര്യങ്ങൾ പറയാം. പെട്രോൾ ആവശ്യത്തിനില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ടോൾ പ്ലാസകൾ എവിടേക്കാണുള്ളതെന്ന് അറിയില്ല എങ്കിൽ ഫാസ്ടാഗ് റീചാർജ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. നമ്മുടെ മൊബൈലിൻ്റെ സിമ്മിൽ വിളിക്കാനുള്ള ബാലൻസ് ഒക്കെ ഇല്ലേ, ലോങ് ജേണി പോവുകയാണെന്നുണ്ടെങ്കിൽ വിളിക്കാനുള്ള ബാലൻസ് ഒക്കെ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. റീചാർജ് ഡേറ്റ് ഒക്കെ ആയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുക. ഇനി മറ്റുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട കുറച്ച് ഫസ്റ്റ് എയ്ഡ് സാധനങ്ങൾ, മുറിവ് പറ്റുമ്പോൾ ഉള്ളതും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പുറമെ ചെറിയ ഛർദിയൊക്കെ വരികയാണെങ്കിൽ കഴിക്കാനുള്ള ചെറിയ ടാബ്ലറ്റ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കരുതാം. കുടിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ വാങ്ങാൻ കിട്ടും എന്നൊക്കെ തോന്നും. എങ്കിലും അത്യാവശ്യം 2-3 ലിറ്റർ വെള്ളം നമ്മുടെ വാഹനത്തിൽ നമ്മൾ തന്നെ സൂക്ഷിക്കുക.
നല്ല പവറുള്ളൊരു ടോർച്ച് കൈവശം വയ്ക്കുന്നത് നന്നായിരിക്കും. രാത്രി യാത്രയൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സൗണ്ടൊക്കെ കേട്ട് വണ്ടി നിർത്തേണ്ട ഒരു സാഹചര്യം വന്നാൽ മൊബൈലിലെ ഫ്ലാഷിനേക്കാളും കുറച്ചും കൂടെ ഉപകരിക്കും ടോർച്ച് ലൈറ്റ്. ഇതൊക്കെയാണ് നമ്മൾ പൊതുവെ പരിശോധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി വണ്ടിയുടെ ഇൻഷുറൻസ്, പുക ടെസ്റ്റ് മുതലായ ഇതൊക്കെ വാലിഡ് അല്ലേ, ഡോക്യുമെൻറ്റ്സ് എല്ലാം വാലിഡ് അല്ലേ നോക്കുക. കോപ്പി ഒറിജിനൽ എടുക്കാൻ നിർബന്ധിക്കുന്നില്ല, കോപ്പിയെങ്കിലും മിനിമം കയ്യിലില്ലേ നോക്കുക. പിന്നെ പരിവാഹൻ അല്ലെങ്കിൽ ഡിജി ലോക്കർ പോലുള്ള ആപ്ലിക്കേഷനുകളിൽ ഇതിൻ്റെ സോഫ്റ്റ് കോപ്പി ഡൗൺലോഡ് ചെയ്തിട്ടില്ലേ, അതൊക്കെ വർക്കിംഗ് അല്ലേ എന്നുള്ള കാര്യങ്ങളും ഒന്ന് പരിശോധിക്കുക. ഇതൊക്കെയാണ് പൊതുവേ ഒരു ലോങ് ജേർണി നമ്മൾ പോകുന്നതിനൊക്കെ മുന്നേ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻ്റായിട്ട് അറിയിക്കാം. ഞാൻ സാധാരണ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ടത് രേഖപ്പെടുത്താവുന്നതാണ്. പിന്നെ നമ്മൾ വല്ലപ്പോഴൊക്കെ വാഹനം എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഓരോ ട്രിപ്പ് പോകുന്നതിന് മുന്നേയും ഈ പറഞ്ഞ കാര്യങ്ങൾ, എയർ പ്രഷർ കടയിൽ പോയി ചെക്ക് ചെയ്യണമെന്നില്ല, അന്ന് കണ്ണുകൊണ്ട് പരിശോധിച്ച് ഉറപ്പ് വരുത്തുക എയർ ആവശ്യത്തിനില്ല എന്നുള്ളത്. മറ്റു കാര്യങ്ങൾ, എൻജിൻ ഹുഡ് തുറന്ന് പരിശോധിക്കേണ്ട കാര്യങ്ങൾ നിർബന്ധമായിട്ടും നമ്മൾ പരിശോധിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. വല്ലപ്പോഴും മാത്രം ഉപയോഗിക്കുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാറ്ററിയുടെ കണ്ടീഷനും ഈ കാര്യങ്ങളും കൂടെ ഒന്ന് പരിശോധിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇനി ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായ ഇടവേളകളിൽ വാഹനം വർക്ക്ഷോപ്പിലോ സർവീസ് സെൻ്ററിലോ കൊടുത്ത് സർവീസ് ചെയ്യുക. ഈ സർവീസ് ചെയ്യുന്ന സമയത്ത് സർവീസ് സെൻ്ററിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ പലതരം കാര്യങ്ങളും അവർ പറഞ്ഞു വരും, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ. നമ്മൾ വഞ്ചിക്കപ്പെടാതെ കൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ വണ്ടി വാങ്ങുമ്പോൾ നമുക്കൊരു പുസ്തകം അവർ തന്നിട്ടുണ്ടാകും, ഓണേഴ്സ് മാനുവൽ അല്ലെങ്കിൽ സർവീസ് മാനുവൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ അവസാന പേജുകളിൽ ഒരു പട്ടിക പോലെ ഇത് രേഖപ്പെടുത്തി കാണും. ഓരോ സർവീസും എപ്പോഴാണ് ചെയ്യേണ്ടത്, എത്ര കിലോമീറ്ററിലാണ് ചെയ്യേണ്ടത്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ടാവും. ആ ബുക്കും കൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതിലുള്ള കാര്യങ്ങൾ തന്നെയല്ലേ പറയണമെന്ന് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ അവരോട് ചോദിക്കാം, ഇത് കമ്പനി പറഞ്ഞിട്ടില്ലല്ലോ, എന്തിനാണ് ഇപ്പോൾ ചെയ്യുന്നത്, ഒന്ന് പറഞ്ഞു തരൂ എന്ന് വളരെ ലളിതമായ രീതിയിൽ നമുക്ക് സംശയം അവരുടെ അടുത്ത് ചോദിക്കാവുന്നവരാണ്. അവർ പറഞ്ഞു തരാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളൂ. ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും നല്ല എക്സ്പേർട്സിന് വളരെ നിസ്സാരമായി തോന്നാം. പക്ഷെ നമ്മുടെ ചാനലിലെ വീഡിയോസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ഒന്ന് ഉറപ്പ് വരുത്തുക, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോവുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നന്ദി.